ഹായ് ഡിയർ ഫ്രണ്ട്സ്, അമ്മൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് രാത്രി ഡിന്നറിന് കഴിക്കാനായിട്ട് ചപ്പാത്തിയും മുട്ടത്തോരനും ഒരു ജ്യൂസുമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എൻ്റെ വീഡിയോ നമുക്ക് കണ്ടാലോ? ആദ്യമായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മുട്ടത്തോരനാണ് വെക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു. കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി, പച്ചമുളക്, സവോള, പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യത്തിന്. അതിൽ എണ്ണയിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. എല്ലാ സവോള ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ അതൊന്ന് വഴറ്റുക. സവോള എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ട പൊട്ടിച്ച് നമ്മളൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. സവോള നല്ലപോലെ ഒന്ന് വഴറ്റുക. ഇനി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും നമ്മൾ ആവശ്യത്തിന് എടുത്ത് വെച്ചിരുന്നത് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കുക. സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഉപ്പ് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ടേസ്റ്റിൻ്റെ പ്രാധാന്യം നൽകുന്നത് എപ്പോഴും ഉപ്പാണല്ലോ, രുചി നൽകുന്നത്. അപ്പോൾ ഉപ്പ് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ടതിന് ശേഷം വീണ്ടും തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തേക്കും ഒരുപോലെ തന്നെ ഉപ്പ് എത്തുന്ന രീതിയിലേക്ക് ഇളക്കി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ആദ്യം തന്നെ ഉപ്പ് ആഡ് ചെയ്യാം. പക്ഷേ നാച്ചുറലി ആ എണ്ണയിൽ കിടന്നിട്ട് ആ സവോളയൊക്കെ ഇങ്ങനെ വഴണ്ട് വരുന്ന ആ ഒരു ടേസ്റ്റ് ആദ്യമേ ഉപ്പിട്ടാൽ കിട്ടത്തില്ല. ഉപ്പിടുമ്പോഴത്തേക്കും സവോള എല്ലാം ആദ്യമേ ഇടുമ്പോൾ വാടിപ്പോവും. അതിനേക്കാളും നല്ലത് സവോളയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞതിന് ശേഷം ഉപ്പിടുന്നതാണ് കറിയുടെ ടേസ്റ്റിന് ഏറ്റവും നല്ലത്. ഒന്നുകൂടെ ഒന്ന് പാകപ്പെട്ടെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇനി അതൊരു മൂടി വെച്ച് അടച്ചു വെക്കാം. കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. മൂടി തുറന്ന് നോക്കിയപ്പോഴത്തേക്കും നല്ല മണമൊക്കെ വരുന്നുണ്ട്, ഉള്ളിയൊക്കെ വഴണ്ടേൻ്റെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിന് കൂടി പോകരുത്, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇവിടെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കൂടുതലും കുറവും ചേർത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എരിവ് അധികം വേണമെന്നുള്ളവർക്ക് കൂടുതലും മുളക് പൊടി ചേർക്കാം. ഇവിടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് നമ്മളിനി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ എല്ലായിടത്തും അതിൻ്റെ മസാലകളാകുന്ന വിധത്തിൽ നമ്മൾ സവോള നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഓരോരുത്തരുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം നമ്മുടെ ഇഷ്ടമാണല്ലോ കറികൾ വെക്കുന്നതിന്. ഇടയ്ക്കിടയ്ക്ക് അടുക്കി പിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം.
തക്കാളി എല്ലാം ആഡ് ചെയ്തതിന് ശേഷം അപ്പോൾ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. എല്ലായിടത്തും മസാല ഒരുപോലെ ആകുന്ന വിധത്തിൽ സവോളയും തക്കാളിയും പച്ചമുളകും എല്ലാം പേസ്റ്റ് പോലെ ആകുന്ന വിധത്തിൽ നമ്മൾ വഴറ്റുക. ഇടയ്ക്കിടയ്ക്ക് വലിയ പീസസ് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ആ സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി ഉടച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് കുക്ക് ആവാനായിട്ട് നമുക്ക് മൂടി വെച്ച് അടയ്ക്കാം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് മൂടിയൊക്കെ നീക്കി നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. മുട്ട നമ്മൾ ആ പാനിലേക്ക് ഒഴിച്ചപ്പോൾ തന്നെ അടിയിൽ കുക്കാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലിക്വിഡി ഫോമിൽ നിന്ന് സോളിഡായിട്ട് മാറുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മുട്ടയല്ലേ, പെട്ടെന്ന് തന്നെ കുക്കാവുന്നൊരു സാധനമാണ്. സവോളയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്നൊരു ഡിഷാണ് മുട്ടത്തോരൻ. കണ്ടോ, നമ്മുടെ മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റ് വേണ്ട നമുക്കൊരു മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ട് ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു മുട്ടത്തോരൻ നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോവുകയാണ്. പാൻ അടുപ്പത്ത് വെച്ച് അരിച്ചിരി എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ച് ചപ്പാത്തി ഇട്ട് കൊടുക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് നമ്മൾ ചപ്പാത്തി റെഡിയാക്കി കഴിക്കാനായിട്ട് നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയും മുട്ടത്തോരനും ജ്യൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്.